Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ബിസിനസ് റിസർച്ചിൽ പഠിക്കാനുള്ളത് റിസർച്ച് പ്രോസസ്, അതുപോലെ റിസർച്ച് റിപ്പോർട്ട്. ഇത്തരം കാര്യങ്ങളാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താ റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. റിസർച്ച് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ചെയ്യുന്ന എല്ലാ സ്റ്റെപ്സും ഇൻക്ലൂഡ് ചെയ്തതിനാണ് നമ്മൾ റിസർച്ച് പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ ഒരു സ്റ്റെപ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ പ്രോബ്ലം. നമ്മൾ എന്താണ് സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ല എന്തിനെ പറ്റിയാണ് നമുക്ക് ക്ലാരിറ്റി വേണ്ടത്, അല്ല എന്തിലാണ് നമുക്ക് സൊല്യൂഷൻ വേണ്ടത്, അതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ എന്തിനെ പറ്റിയാണ് സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഐഡന്റിഫൈ ചെയ്യണം. സെക്കൻഡ്, റിവ്യൂ ദ ലിറ്ററേച്ചർ. നമ്മളൊരു ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി മറ്റുള്ളവർ സ്റ്റഡി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് ലിറ്ററേച്ചർ ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ റീഡ് ചെയ്യണം. എന്ന് വെച്ചാൽ അതിനെപ്പറ്റി കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി, നമ്മൾ ആ പ്രോബ്ലത്തിനെ പറ്റി കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഫീൽഡിൽ നടന്നിരിക്കുന്ന സ്റ്റഡീസ് എന്തൊക്കെയാണ്, അതിൽ വന്ന കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്, പിന്നെ ആ ഒരു കോൺസെപ്റ്റിൻ്റെ കുറച്ച് തിയറീസൊക്കെ നമുക്ക് കിട്ടും. അപ്പം അതൊക്കെ വായിച്ചു നോക്കാം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് എന്ന് പറഞ്ഞാൽ ക്ലാരിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം. നമ്മൾ ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, ലിറ്ററേച്ചർ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലത്തിനെ പറ്റി തന്നെ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവത്തിന് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പം നമുക്ക് ആക്ച്വലി ഏത് നാരോ ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ സ്കോപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് സ്പെസിഫിക്കലി നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ്, ഡിഫൈൻ ടേംസ് ആൻഡ് കോൺസെപ്റ്റ്സ്. അപ്പം നമ്മൾ ഈ റിസർച്ച് പ്രോബ്ലത്തിൽ തന്നെ നമ്മളിത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ടേംസ് ആൻഡ് കോൺസെപ്റ്റ്സ്, ആ വേർഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് മീനിങ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർലി ഡിഫൈൻ ചെയ്യണം. ഇന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു കോൺസെപ്റ്റ് തന്നെ പല രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാമല്ലോ. അപ്പം നമ്മൾ ഈ കോൺസെപ്റ്റിൻ്റെ ഏത് പാർട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എല്ലാം ഏത് മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ ക്ലിയർലി ഡിഫൈൻ ചെയ്യാം. നെക്സ്റ്റ്, ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്. നമ്മൾ റിസർച്ചിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തതിന്റെ സൊല്യൂഷൻ ആയിരിക്കും അല്ലെ പ്രൈമറി ഒബ്ജക്റ്റീവ്. അപ്പോൾ അത് നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ട് ലേ ഡൗൺ ചെയ്ത് കാണിക്കുക. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് ഈ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് സെക്കൻഡറി ആയിട്ട് കുറച്ച് ഒബ്ജക്റ്റീവ്സ് കൂടെ കാണാം നമുക്ക്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് കാണിക്കാം. നെക്സ്റ്റ്, കൺസ്ട്രക്ഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരു ഗസ് ആണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോബ്ലം അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ, പക്ഷെ നമ്മളിത് ഗസ് ചെയ്യുകയാണ്, ഇന്നതായിരിക്കാം അതിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇന്നതായിരിക്കും അതിന്റെ കൺക്ലൂഷൻ ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ഹൈപ്പോത്തിസിസ് ശരിയാണോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ അസംഷൻ ശരിയാണോ തെറ്റാണോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 തരത്തിലുള്ള റിസൾട്ട്സ് വരാം. ഒന്ന്, അത് റൈറ്റ് ആവാം, അല്ലെ പാർഷ്യലി റൈറ്റ് ആവാം, അല്ലെങ്കിൽ റോങ് ആവാം. അപ്പം 3 സിറ്റുവേഷനിൽ ഏതാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഹൈപ്പോത്തിസിസ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പം 6 സ്റ്റെപ്സ് ആയി. ഇനി ബാക്കി നോക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു റിപ്പോർട്ട് ഡിസൈൻ റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ റിസർച്ചിൽ ഏത് വേ ത്രൂ ആണ് നമ്മൾ റിസർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ്, ഏത് രീതിയിലാണ് നമ്മളത് പ്രോസസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഒക്കെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പ്ലാന് പോലെ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് റിസർച്ച് ക്യാരി ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു ഡിസൈൻ. നെക്സ്റ്റ്, ഡിറ്റർമിനിങ് സാമ്പിൾ ഡിസൈൻ. ഇനിയിപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോപ്പുലേഷനിൽ നിന്ന് മുഴുവൻ പോപ്പുലേഷനും ഡാറ്റ കളക്ട് ചെയ്യാൻ നമുക്ക് പറ്റണമെന്നില്ല അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് കുറച്ച് പേരെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരിന്ന് ഡാറ്റ കളക്ട് ചെയ്യും. ഇതിനാണ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പ്രോഡക്റ്റ് അതിൻ്റെ കസ്റ്റമേഴ്സിനെ പറ്റി സ്റ്റഡി നടത്തുവാണെങ്കിൽ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും അതിൻ്റെ പോപ്പുലേഷനാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഗ്ലോബ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇന്ന ഒരു പ്ലേസിൽ മാത്രമേ നമുക്ക് എല്ലാവരെയും ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നൊരു പ്ലേസിലുള്ള കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രം ഡാറ്റ കളക്ട് ചെയ്യും. അപ്പോൾ അവരെയാണ് നമ്മൾ സാമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കളക്ഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ നമ്മൾ ഇന്ന സാമ്പിൾ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക, അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം, സെക്കൻഡറി ഡാറ്റ എന്ന് പറയുമ്പോൾ ഓൾറെഡി ആരെങ്കിലും കളക്ട് ചെയ്ത ഡാറ്റാസ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ആ ഡാറ്റ കളക്ട് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്, ഒബ്സർവേഷൻ മെത്തേഡ്, ഇന്റർവ്യൂ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം ത്രൂ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്യുക. കിട്ടിയിരിക്കുന്ന ഡാറ്റയെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ഫോമാറ്റിലേക്ക് മാറ്റാം. എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാം.
ഇപ്പം നമ്മളൊരു ക്ലാസ്സിൽ കുട്ടികളെ പറ്റി സ്റ്റഡി ചെയ്യണം, അവരുടെ അക്കാഡമിക് പെർഫോമൻസ് സ്റ്റഡി ചെയ്യുന്നെങ്കിൽ എല്ലാവരുടെയും മാർക്കായിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ. അപ്പോൾ ആ മാർക്കിന് നമ്മളൊരു ആവറേജ് എടുക്കണം, അല്ലെങ്കിൽ ഹയസ്റ്റ് ഇന്നയാള് ലോവസ്റ്റ് ഇന്നയാളെന്നൊക്കെ നമ്മൾ ആ ഓർഡറിലേക്ക് മാറ്റി എഴുതിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു കറക്റ്റായിട്ടുള്ള കൺക്ലൂഷൻ ഡെറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് റിപ്പോർട്ടിംഗ് ദ ഫൈൻഡിങ്സ്. അപ്പം നമുക്കിപ്പോൾ ഒരു ആൻസർ കിട്ടി, നമ്മൾ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്തു, അതൊക്കെ അനലൈസ് ചെയ്തു, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആൻസർ ഉണ്ട്. അപ്പോൾ ഫൈൻഡിങ്സ് എന്നാണ് അതിന് പറയുന്നത്. ഈ ഫൈൻഡിങ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു ഫൊമാറ്റ് ഉണ്ട്. ഈ റിസർച്ചിൻ്റെ റിപ്പോർട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഫൊമാറ്റിൽ തന്നെ കാണിക്കണം. അത് സിമ്പിൾ ആയിട്ടുള്ള ഫോർമൽ ലാംഗ്വേജിലാണ് നമ്മൾ സാധാരണ എഴുതുന്നത്. അപ്പോൾ അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുക. അത് ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് വേണ്ടി അത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് പ്രസന്റ് ചെയ്യാം. അപ്പോൾ അതാണ് റിപ്പോർട്ടിംഗ് ദ ഫൈൻഡിങ്സ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ റിപ്പോർട്ടിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പം നെക്സ്റ്റ് നമുക്ക് റിസർച്ച് റിപ്പോർട്ടിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ റിസർച്ച് പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത് ഈ റിസർച്ച് റിപ്പോർട്ടിലേക്കാണ് അല്ലേ. അപ്പോൾ റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസർച്ച് നടത്തി കണ്ടുപിടിച്ചിരിക്കുന്ന ഫൈൻഡിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മളത് കണ്ടുപിടിച്ചു, അപ്പോൾ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ആ രീതിയിൽ തന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. അതാണ് കീ ആയിട്ട് നമ്മളതിൽ നോക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ റീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലും, അതുപോലെ റിസർച്ചറിന് അത് മാക്സിമം അയാൾക്ക് എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ആയിരിക്കണം നമ്മളൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു എഫക്റ്റീവായിട്ടുള്ള റിപ്പോർട്ടാണെങ്കിൽ അത് ഫാക്ട്സും എവിഡൻസും എല്ലാം വെച്ച് അത് അനലൈസ് ചെയ്ത് കാണിക്കുന്ന രീതിയിലായിരിക്കും. അതുപോലെ തന്നെ അത് സിമ്പിളായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പഠിക്കാം. ഇപ്പം നമ്മൾ റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പേർപ്പസ് ആണ് നെക്സ്റ്റ് നോക്കേണ്ടത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ടു കൺവേ ദ ഫൈൻഡിങ്സ് ഓഫ് ദ റിസർച്ച് സ്റ്റഡി ഇൻ എ സയൻറ്റിഫിക് മാനർ. നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്മൾ റിസർച്ച് നടത്തി എന്ത് കണ്ടുപിടിച്ചു, അതിന് ഫൈൻഡിങ്സ് എന്താണ്, അതൊന്ന് കൺവേ ചെയ്യാം, മറ്റുള്ളവർക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് പ്രൈമറി പേർപ്പസ് അല്ലേ. സെക്കൻഡ് ടു ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ടു അതർ റിസർച്ചേഴ്സ് സോ ആസ് ടു ഫെസിലിറ്റേറ്റ് മോർ ഇലാബറേറ്റ് സ്റ്റഡീസ് ഓൺ ദ ടോപ്പിക് ഫോർ കറക്ഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസ്. നമ്മൾ ഈ റിസർച്ചിൻ്റെ സ്റ്റഡി നടത്തിയ റിപ്പോർട്ട് മറ്റുള്ള റിസർച്ചേഴ്സും കൂടി വായിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൽ പുതിയ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താനോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാനുള്ള ഒരു സ്കോപ്പ് നമ്മളവിടെ കൊടുക്കുകയാണ്. നെക്സ്റ്റ് ടു ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ടു ഡിസിഷൻ മേക്കേഴ്സ്, എക്സ്പേർട്സ് ആൻഡ് ടെക്നീഷ്യൻസ്, എക്സിക്യൂട്ടീവ്സ് ആൻഡ് ലേ പീപ്പിൾ. അതേപോലെ തന്നെ ഡിസിഷൻ എടുക്കാനുള്ള ആൾക്കാർക്കും ടെക്നീഷ്യൻസിനും ഒക്കെ നമ്മൾ ഈ സെയിം പ്രോബ്ലം ആൾക്കാർ മറ്റുള്ളവർക്കും ഉണ്ടാവും. അപ്പോൾ അവർക്ക് അതിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ, അതിൻ്റെ അനാലിസിസ് ഒക്കെ അവർക്ക് യൂസ് ചെയ്യാം അല്ലേ. ടു റൈറ്റ്ലി കൺവേ സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ ടാർഗറ്റ് ഓഡിയൻസ്. അതേപോലെ ഈ എക്സ്പേർട്സിനല്ലാതെ നോർമൽ ഓഡിയൻസിനും ഉള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ റിസർച്ച് റിപ്പോർട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടു കമ്മ്യൂണിക്കേറ്റ് ദ ചേഞ്ചസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ഇൻ ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി. ഇപ്പം നമ്മളൊരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയിലാണ് നമ്മളൊരു ടോപ്പിക് സെലക്ട് ചെയ്ത് നമ്മൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ നോളജ് ഈ ഡെവലപ്പ് ചെയ്യണം അല്ലേ. അതിൽ പുതിയ ചേഞ്ചസ് വരുവാണ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയിൽ. അപ്പോൾ ഇതൊക്കെ ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു ഷെയർ വിത്ത് അതേഴ്സ് ദ നോളജ് എക്വയർഡ് ബൈ ദ റിസർച്ചർ. അതേപോലെ തന്നെ റിസർച്ചറിന് കിട്ടിയിരിക്കുന്ന സ്റ്റഡി നടത്തി കിട്ടിയിരിക്കുന്ന നോളജ് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടു ഇൻഫോം അതേഴ്സ് വാട്ട് ദ റിസർച്ചർ പെർഫോംഡ് ഇൻ എൻ ഏരിയ ഓഫ് സ്റ്റഡി അഗെയിൻസ്റ്റ് ഹിസ് പ്ലാൻസ്. അതേപോലെ തന്നെ അയാളുടെ ഏരിയ ഓഫ് സ്റ്റഡിയിൽ അയാൾ എന്തൊക്കെയാണ് പെർഫോം ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്തത്, അതിനെ പറ്റിയുള്ള ഈ ഡീറ്റെയിൽ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ പേർപ്പസിനാണ് നമ്മൾ ശരിക്കും റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള അതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫൈൻഡിങ്സ് എന്താണെന്ന് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു റിസർച്ച് റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൽ വരുന്ന കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന്. അപ്പം മെയിൻലി നമ്മൾ മേജർ 3 കോമ്പണൻസ് ആയിട്ടാണ് ഒരു റിപ്പോർട്ടിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഫ്രണ്ട് മാറ്റർ, സെക്കൻഡ് സബ്ജക്ട് മാറ്റർ, തേർഡ് എൻഡ് മാറ്റർ. 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിൽ ഫ്രണ്ട് മാറ്ററിൽ കുറേ കാര്യങ്ങൾ വരും, സബ്ജക്ട് മാറ്ററിൽ കുറേ കാര്യങ്ങൾ വരും, എൻഡ് മാറ്ററിൽ കുറേ കാര്യങ്ങൾ വരും. ഇതുപോലെ ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് മാറ്ററിൽ എന്താ വരുന്നത് നോക്കാം. ഫ്രണ്ട് മാറ്ററിൽ മെയിൻ ആയിട്ട് വരുന്ന ടൈറ്റിൽ പേജ്, പ്രിഫേസ്, ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ്, കണ്ടൻസ് പേജ്, ലിസ്റ്റ് ഓഫ് ടാബിൾസ് ആൻഡ് ഫിഗേഴ്സ് ആൻഡ് അബ്രിവിയേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിൽ ആദ്യം നോക്കാം ടൈറ്റിൽ പേജ് എന്താണെന്ന്. ടൈറ്റിൽ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആ സ്റ്റഡിയുടെ ടൈറ്റിലാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ അത് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഏത് ഓർഗനൈസേഷന് വേണ്ടിയാണ് നമ്മളത് കണ്ടക്ട് ചെയ്യുന്നത്, ഡേറ്റ്, ഇയർ, ഇതെല്ലാം അതിനകത്ത് കാണിക്കാം.
അപ്പോൾ ആ റിസർച്ച് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവണം. ഇതാണ് ടൈറ്റിൽ പേജ്. പ്രിഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റഡി ആണ്. അപ്പോൾ അതിന് നമ്മൾ ഓഡിയൻസിന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക, എന്തൊക്കെയാണ് അതിൻ്റെ നേച്ചർ, എന്താണ് റെലവൻസ്, സ്കോപ്പ്, ബാക്ക്ഗ്രൗണ്ട്, ഒബ്ജക്റ്റീവ്സ്, ഇതൊക്കെയാണ് നമ്മൾ പ്രിഫേസ് എന്ന് പറഞ്ഞ പേജിൽ കാണിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് മാറ്ററിലും ഫസ്റ്റ് പേജ് ടൈറ്റിൽ പേജ്, സെക്കൻഡ് പേജ് പ്രിഫേസ് എന്ന് പറഞ്ഞ പേജാണ്. ഇനി ബാക്കി എന്താ നോക്കാം. തേർഡ് നമുക്ക് വേണ്ടത് ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് മെയിൻലി അക്കാഡമിക് റിസർച്ചിൽ വരുന്നത്. അപ്പോൾ അക്കാഡമിക് റിസർച്ചിൽ റിസർച്ച് ഗൈഡ് അവർക്കൊരു ലെറ്റർ പ്രൊവൈഡ് ചെയ്യണം. ഇന്ന ഫീൽഡിൽ നിങ്ങൾ സ്റ്റഡി നടത്തിക്കോന്ന് പറഞ്ഞിട്ട് അവർ ഓതറൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണത്. അപ്പോൾ ഈ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് ആണ് നെക്സ്റ്റ് നമ്മൾ വെക്കേണ്ടത്. അതിനുശേഷം കണ്ടൻസ് പേജ്, നമ്മൾ ഈ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് അതിന്റെ കണ്ടൻസ്, നമ്മൾ ഇപ്പം ടെക്സ്റ്റിലൊക്കെ ആദ്യം എടുക്കുമ്പോൾ എന്തൊക്കെ ചാപ്റ്റേഴ്സ് എന്നൊക്കെ വെച്ച് കാണിക്കുന്നില്ലേ, അതുപോലെ ഇതിൽ എന്തൊക്കെയാണ് കണ്ടൻസ് വരുന്നത് അതിന്റെ ഒരു ലിസ്റ്റ് ആണ്. നെക്സ്റ്റ് ലിസ്റ്റ് ഓഫ് ടാബിൾസ് ആൻഡ് ഫിഗേഴ്സ് എന്ന് വെച്ചാൽ ഇതിൽ എത്ര ടാബിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഫിഗേഴ്സ് വെച്ചിട്ടുണ്ട്, അതിന്റെ ലിസ്റ്റ് 1 2 3 നമ്പർ ഇട്ടിട്ട് കാണിക്കണം. അപ്പോൾ ഫസ്റ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, അതിൽ ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിൽ ഇന്ന കാര്യങ്ങളാണുള്ളത്, ആ രീതിയിൽ. നെക്സ്റ്റ് അബ്രീവിയേഷൻസ്. അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഷോർട്ട് ഫോം എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തോ അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അബ്രീവിയേഷനിൽ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഫ്രണ്ട് മാറ്ററിൽ വരുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സബ്ജക്ട് മാറ്റർ ആണ്. അപ്പൊ സബ്ജക്ട് മാറ്ററിൽ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് മാറ്റർ ആണ്. ഇതിനകത്ത് നമ്മൾ റിസർച്ച് എന്താണെന്ന് കാണിക്കുന്നത്. അപ്പൊ സബ്ജക്ട് മാറ്ററിനകത്ത് മെയിൻ ആയിട്ട് ഫസ്റ്റ് വൺ വരുന്ന ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലം, നമ്മൾ എന്ത് പ്രോബ്ലം ആണ് സ്റ്റഡി ചെയ്യുന്നത് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഹൈപ്പോത്തസിസ്, ലിമിറ്റേഷൻസ്, അതുപോലെ അതിന്റെ ചാപ്റ്ററൈസേഷൻ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പേജിനകത്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ആൻഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം പ്രോബ്ലം സ്റ്റഡി ചെയ്യാനുള്ള പ്രോബ്ലം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ലിറ്ററേച്ചർ റിവ്യൂ ആണ് അല്ലെ, നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയൊക്കെ നടത്തണം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ആൻഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെ നോളജ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ഇതിനെപ്പറ്റി നടത്തിയിരിക്കുന്ന ബാക്കി റിസർച്ചസ് എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ആൻഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ഇനി നെക്സ്റ്റ് വരുന്നത് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ടൈപ്പ് ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് സാമ്പിളിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, ഡാറ്റ കളക്ട് ചെയ്യാൻ എന്ത് മെത്തേഡാണ്, പിന്നെ നമ്മൾ ഡാറ്റ അനാലിസിസിന് എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റിസർച്ച് ഡിസൈനിൻ്റെ അകത്ത് കാണിക്കണം. നെക്സ്റ്റ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഇതിൽ നമ്മൾ ഡാറ്റ ഒക്കെ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, എന്നിട്ട് അതിന്റെ ഫൈൻഡിങ്സ് എന്ത് കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ ഡാറ്റ നമ്മൾ ടാബുലാർ ഫോമിലോ ഏത് ഫോമിലോ പ്രസന്റ് ചെയ്യുന്ന ആ ഫോമിൽ പ്രസന്റ് ചെയ്യാം, ഗ്രാഫിക്കൽ ഫോമിലാണെങ്കിൽ അങ്ങനെ. എന്നിട്ട് അതിന്റെ കൺക്ലൂഷൻ എന്താണ്, അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി, ഓരോ ഡാറ്റ വെച്ചിട്ടും എന്ത് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കിയത്, അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. നെക്സ്റ്റ് സമ്മറി ആൻഡ് കൺക്ലൂഷൻ. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച മൊത്തം അനാലിസിസ് അല്ല ഫൈൻഡിങ്സ് എല്ലാം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക ചെയ്യുന്നത്. ലാസ്റ്റ് റിസർച്ചർ അതിൽ നിന്ന് മൊത്തത്തിൽ ഓരോ ഡാറ്റ വെച്ച് ഇന്ന കാര്യങ്ങൾ മനസ്സിലായി, ഓൾ ടുഗദർ നമുക്ക് എന്താണ് കൺക്ലൂഷൻ അതാണ് അതിനകത്ത് കാണിക്കുന്നത് സമ്മറി ആൻഡ് കൺക്ലൂഷൻസിൽ. നെക്സ്റ്റ് പറയുന്ന റെക്കമെൻഡേഷൻസ്. റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ റിസർച്ചറിന് അതിൽ പുതിയതായിട്ട് എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടോ, ആ ഫൈൻഡിങ്സിന്റെ ബേസിസിൽ അയാൾക്കുള്ള റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്. നെക്സ്റ്റ് സജഷൻസ് ഫോർ ഫെർദർ റിസർച്ച്. ഇത് കഴിഞ്ഞ് നമുക്ക് ഈ റിസർച്ചിൽ എന്തെങ്കിലും ഗ്യാപ്സ് ഉണ്ടാവും, അപ്പൊ അതിൽ എന്തെങ്കിലും നമുക്ക് ഇന്ന ഏരിയ നമുക്ക് കുറച്ചുകൂടി സ്റ്റഡി ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഫെർദർ റിസർച്ച് നടത്താനുള്ള എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സബ്ജക്ട് മാറ്ററിൽ. ഇതാണ് ഏറ്റവും കീ ഏരിയ എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ ശരിക്കും റിസർച്ചിന്റെ ഫൈൻഡിങ്സ് ഒക്കെ കാണിക്കുന്നത്. സെക്കൻഡായ സബ്ജക്ട് മാറ്ററിൽ ഇത്രയും കാര്യങ്ങൾ വേണം. ഇനി ലാസ്റ്റ് വരുന്നതാണ് എൻഡ് മാറ്റർ എന്ന് പറയുന്നത്. എൻഡ് മാറ്ററിൽ നമ്മൾ റിസർച്ചിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, ഇനി അതിൽ യൂസ് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഫസ്റ്റ് അപ്പൻഡിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ വായിക്കുന്നവരുടെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സപ്ലിമെന്ററി ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പൻഡിസസിൽ കൊടുക്കുന്നത്. പിന്നെ ഗ്ലോസറി എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ടേംസ് ആൻഡ് കോൺസെപ്റ്റ്സ് നമ്മൾ റീഡേഴ്സിന് ഫെമിലിയർ അല്ലാത്ത കുറച്ച് ടേംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഈ ഫ്രണ്ട് മാറ്ററിലും കാണിക്കാം. ഈ ഗ്ലോസറി എന്ന് പറയുന്ന സംഭവം ഫ്രണ്ട് മാറ്ററിൽ നമ്മൾ കാണിക്കാം.
ഇനി ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നൊക്കെയുള്ള ഡാറ്റയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനൊക്കെ സോഴ്സസ് കാണിക്കാം. എന്നുവെച്ചാൽ റിപ്പോർട്ടിൽ നമ്മൾ ഇൻഫർമേഷൻ കുറെ കാണിച്ചിട്ടുണ്ടാകും. അപ്പം അതൊക്കെ ആ ഇൻഫർമേഷൻ നമ്മൾ എവിടെ നിന്ന് കിട്ടിയെന്നതിൻ്റെ സോഴ്സസ് എന്ന് വെച്ചാൽ എന്തൊക്കെ ബുക്സ് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരുടെയൊക്കെ റിസർച്ച് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കംപ്ലീറ്റ് അപ്പം നമുക്ക് എവിടുന്ന് ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്തു അത് ആൾക്കാരെ അറിയിക്കുക, അത്രമാത്രം ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഒരു റിസർച്ചിന്റെ പ്രൈമറി സ്ട്രക്ചർ അല്ലെങ്കിൽ റിസർച്ചിൽ വരുന്ന കണ്ടന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഗുഡ് റിസർച്ച് റിപ്പോർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ലൂസിഡ് സ്ലൈഡ് എന്ന് വെച്ചാൽ സിമ്പിൾ റൈറ്റിംഗ് സ്റ്റൈൽ ആയിരിക്കണം. നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഏറ്റവും സിമ്പിൾ വേർഡ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കണം നമ്മളൊരു നല്ല ഗുഡ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗോൾ ഓറിയന്റഡ്. നമ്മൾ പ്രൈമറി ഒബ്ജക്റ്റീവ് ആയിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ റിസർച്ച് റിപ്പോർട്ട് കംപ്ലീറ്റ് വരേണ്ടത്. ഇപ്പം നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്ന പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പിന്നെ എഴുതി വരുമ്പോൾ അത് ഡീവിയേറ്റ് ചെയ്ത് വേറെ ടോപ്പിക്കിലേക്കൊന്നും പോകാൻ പാടില്ല. അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത രീതിയിലായിരിക്കണം നമ്മൾ പ്രസന്റേഷൻ വരുന്നത്. റീഡർ ഫോക്കസ് എന്ന് വെച്ചാൽ റീഡർ ഫ്രണ്ട്ലി ആയിരിക്കണം. റീഡേഴ്സിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റൈലിലായിരിക്കണം നമ്മൾ അത് കാണിക്കേണ്ടത്. നെക്സ്റ്റ് എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഡോക്യുമെന്റ് ആയിട്ട് വരണം. നമ്മളൊരു ലെങ്തി സ്റ്റഡി നടത്തിയതിന്റെ ഷോർട്ട് ഡോക്യുമെന്റ്. നമ്മൾ സ്റ്റഡി നടത്തിയത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പക്ഷെ എല്ലാം നമ്മൾ കാണിക്കണമെന്നില്ല. റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും സിമ്പിൾ വേർഡ്സിൽ നമ്മൾ കാണിക്കുന്നതാണ് എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, നമ്മൾ ഫാക്ട്സിന്റെ റാഷണൽ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം, ബയാസ്ഡ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഇമാജിനറി ഫാക്ടേഴ്സ് ഒന്നും നമ്മളതിൽ കാണിക്കേണ്ട, റാഷണൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ കാണിക്കേണ്ടത് ഫാക്ട്സിന്റെ. നെക്സ്റ്റ് ലെജിബിൾ, അത് നമ്മൾ നല്ല ഫോൺ സ്റ്റൈലൊക്കെ കറക്റ്റ് ആയിരിക്കണം, നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഓർഗനൈസ്ഡ് ആൻഡ് വെൽ സ്ട്രക്ചേർഡ്, അതേപോലെ തന്നെ നമ്മൾ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് ആ ഫോമാറ്റിൽ തന്നെ ആയിരിക്കണം, ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട്. അപ്പൊ ആ നമ്മുടെ ലേ ഔട്ടൊക്കെ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ പഠിച്ചിരിക്കുന്ന ആ സ്ട്രക്ചർ നമ്മളിപ്പോൾ പഠിച്ചില്ല ഒരു റിസർച്ച് റിപ്പോർട്ടിന്റെ സ്ട്രക്ചർ എന്താണ്. അപ്പോൾ ആ സ്ട്രക്ചറിൽ തന്നെ ആയിരിക്കണം നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത്, അല്ലാതെ വെറുതെ ചുമ്മാ ഇങ്ങനെ കുറേ എഴുതി വെക്കുന്നതല്ല, പാരഗ്രാഫായിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നതല്ല നല്ല റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിസർച്ച് റിപ്പോർട്ട്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് റിസർച്ച് പ്രോസസ്സ് എന്താണ്, അതിൽ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് റിസർച്ച് റിപ്പോർട്ടിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ റിസർച്ച് റിപ്പോർട്ടിന്റെ സ്ട്രക്ചർ, അതിൻ്റെ എല്ലാ കണ്ടന്റ്സ്, എന്തിനാണ് നമ്മൾ റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പേർപ്പസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിസർച്ച് റിപ്പോർട്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്, റിസർച്ച് പ്രോസസ്സും അതേപോലെ തന്നെ റിസർച്ച് റിപ്പോർട്ടും, റിസർച്ച് റിപ്പോർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ പേർപ്പസും, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം നല്ലപോലെ നോക്കണം ഈ പോർഷൻസ്. അപ്പം ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ ബിസിനസ് റിസർച്ച് എന്നുള്ള ചാപ്റ്റർ വരുന്നത്. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരെയ്ക്കും ഹാപ്പി ലേണിംഗ്.